വലതുഭാഗത്തെ കള്ളൻ അഥവാ നല്ല കള്ളൻ എന്നറിയപ്പെടുന്ന കഥാപാത്രം ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയത്ത് യേശുവിന്റെ വലതുഭാഗത്ത് ക്രൂശിക്കപ്പെട്ട കള്ളനാണ്. 4 സുവിശേഷങ്ങളിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമാണ് ഈ കഥാപാത്രത്തെക്കുറിച്ച് വിശദമായി പറയുന്നത്. ആദ്യം വലതുഭാഗത്തെ കള്ളനും മറ്റു കള്ളനുമായി യേശുവിനെ അപഹാസ്യപ്പെടുത്തി. എന്നാൽ ക്രൂശിന്റെ നിമിഷങ്ങളിൽ അവൻ തന്റെ പാപങ്ങളെ തിരിച്ചറിയുകയും യേശുവിന്റെ ഭവനത്തിൽ വിശ്വാസം പ്രദർശിപ്പിക്കുകയും ചെയ്തു. അവൻ മറ്റൊരു കള്ളനെ ഉപദേഷ്ടിച്ച് യേശുവിന്റെ ശുദ്ധതയും ദൈവത്വവും ഏറ്റുമനസ്സിലാക്കി. പഠിപ്പിക്കലുകളും പാഠങ്ങളും. ഹൃദയത്തിന്റെ പരിവർത്തനം. ഈ കള്ളൻ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ പോലും തന്റെ തെറ്റുകൾ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടു. എത്ര വലിയ പാപിയാണെങ്കിൽ പോലും ദൈവത്തിലേക്ക് തിരിയുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുവാനും അവസാന നിമിഷം വരെയും അവസരമുണ്ടെന്ന് ഇത് പഠിപ്പിക്കുന്നു. വിശ്വാസത്തിന്റെ ശക്തി. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് യേശുവിനെ രക്ഷകനായി വിശ്വസിക്കുവാനും യേശുവേ, നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് വിളിക്കുവാനും ഈ കള്ളൻ കഴിഞ്ഞു. യേശുവിന്റെ ദുരിതപൂർണമായ അവസ്ഥയിലും അവന്റെ ദൈവത്വം തിരിച്ചറിയാനുള്ള ഈ കള്ളന്റെ വിശ്വാസം വളരെ വലുതാണ്. ഈ ചെറിയ വിശ്വാസം പോലും രക്ഷയ്ക്ക് കാരണമാകും എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ കരുണയും കൃപയും. ഈ കള്ളന്റെ വിശ്വാസത്തിന് മറുപടിയായി യേശു പറഞ്ഞത്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്നാണ്. ഇത് ദൈവത്തിന്റെ അളവറ്റ കരുണയും പാപമോചനം നൽകാനുള്ള യേശുവിന്റെ അധികാരവും വെളിപ്പെടുത്തുന്നു. എത്ര വലിയ പാപമാണെങ്കിൽ പോലും യഥാർത്ഥ പശ്ചാത്താപത്തോടെയും വിശ്വാസത്തോടെയും ദൈവത്തെ സമീപിക്കുന്നവർക്ക് രക്ഷയുണ്ടെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, വലതുഭാഗത്തെ കള്ളൻ ഒരു യഥാർത്ഥ പശ്ചാത്താപത്തിന്റെയും അടിയുറച്ച വിശ്വാസത്തിന്റെയും ദൈവത്തിന്റെ അമിതമായ കരുണയുടെയും പ്രതീകമാണ്. തന്റെ ജീവിതം ഒരു ദുരിതപൂർണമായ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ പോലും മാനസാന്തരത്തിലൂടെയും വിശ്വാസത്തിലൂടെയും ഒരു പുതിയ ജീവിതം നേടാൻ കഴിഞ്ഞു എന്നതിന്റെ ശക്തമായ ഉദാഹരണമാണ് ഈ കള്ളന്റെ കഥ. കള്ളനറ സ്വഭാവവും പഠിപ്പിക്കലുകളും. ഒരു ഹൃദയത്തിന്റെ പരിവർത്തനം. ഈ കള്ളൻ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ പോലും തന്റെ തെറ്റുകൾ മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടു. എത്ര വലിയ പാപിയാണെങ്കിൽ പോലും ദൈവത്തിലേക്ക് തിരിയുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുവാനും അവസാന നിമിഷം വരെയും അവസരമുണ്ടെന്ന് ഇത് പഠിപ്പിക്കുന്നു. 2. വിശ്വാസത്തിന്റെ ശക്തി. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് യേശുവിനെ രക്ഷകനായി വിശ്വസിക്കുവാനും യേശുവേ, നീ നിന്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമേ എന്ന് വിളിക്കുവാനും ഈ കള്ളൻ കഴിഞ്ഞു. യേശുവിന്റെ ദുരിതപൂർണമായ അവസ്ഥയിലും അവന്റെ ദൈവത്വം തിരിച്ചറിയാനുള്ള ഈ കള്ളന്റെ വിശ്വാസം വളരെ വലുതാണ്. ഈ ചെറിയ വിശ്വാസം പോലും രക്ഷയ്ക്ക് കാരണമാകും എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 3. ദൈവത്തിന്റെ കരുണയും കൃപയും. ലൂക്കോസ് 23:43. ഈ കള്ളന്റെ വിശ്വാസത്തിന് മറുപടിയായി യേശു പറഞ്ഞത്, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ